വണ്ടി നിർത്തിയേ. ആ വണ്ടി എന്തോ താഴെ വീണല്ലോ. ഇറങ്ങടോ, വേഗം വാ, ഓടി വാ. വേഗം വിട്ടോ, ഓവർടേക്കിന് അവന്മാർക്ക് കൊടുക്കാം. അവന്മാരെ അറിഞ്ഞിട്ടില്ല. പാവങ്ങളാ, അത് അറിഞ്ഞു കാണില്ല. വണ്ടി വിടോ, വേഗം വിട്. ഒന്ന് ചവിട്ടി വിടറോ. പിന്നെ വീണ്, പിന്നെ വീണ്. എത്ര മനസ്സേ ഈ സൈഡിൽ ഇവിടെ ഇവിടെ. ആ തലക്ക് വട്ടാണ്. വേം വിട്ടോ. ഇവന്മാരൊക്കെ വെള്ളം അടിച്ചു മലഞ്ഞു ഓടിക്കുന്നത്. വിട്ടോ വിട്ടോ. നല്ല വെയിറ്റുണ്ട്. ഇത് ബോംബ് വല്ലതും ആണോ? തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ബാഗുണ്ട്, ഇതൊന്ന് പിടിച്ചേ. നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്ക. വേഗം വിട്ടോ. അമ്മ തെറി പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്താ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? എന്ത് പറ്റി? എനിക്ക് പറ്റിയെന്നോ? എടോ, വണ്ടിയിൽ സാധനങ്ങൾ പോകുന്ന താൻ അറിയുന്നുണ്ടോ? ഞങ്ങൾ പുറകിലുള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി. ഞാൻ വെള്ളം അടിക്കുന്ന തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം. ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു. എന്താ തന്റെ വണ്ടിയിൽ നിന്ന് തലറങ്ങി വീണ സാധനങ്ങൾ? അയ്യോ, ചതിച്ചോ? എടോ, ഇത് ഞങ്ങൾ അവിടെ ഓരോ ഏജന്റുമാർ കിട്ട പത്രക്കെട്ടുകളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ് എടുത്തോണ്ടിരാൻ? തിരിച്ചുകൊണ്ടിരുന്നോ? അയ്യോ, ഞാൻ പോട്ടെ. ഗിറ്റാർ വെച്ച് താർക്കാണല്ലേ? ട്യൂട്ടർ പൊള്ളോടെ പോയി ഓഫീസിൽ പോയതാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ? ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാക്കും. ഒന്ന് പോ മനോജ്. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ഏതെങ്കിലും ഒന്ന് പോരെ? ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ആ, നല്ലതാ. ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും. അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കരുത്. രണ്ട് കഷ്ണമായി പോഞ്ഞ. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടെ അത്ര ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം. പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട. കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചിവിടെ നിൽക്കണേ? അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ, അതിനൊരു വിശ്രമം കിട്ടട്ടെ. എടോ, അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ ഒരു ദൗർബല്യാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാളവിടെ നിൽക്കൂ. അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ള ഒന്നും അല്ലല്ലോ, അതിനെ പൊക്കോളൂ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ! എന്താച്ചോ? വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിയാച്ചോ. നേർച്ചപ്പെട്ടിരി താക്കോല് അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നാച്ചോ. താണ്ടമ്മേ! എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്. അവർ ഈ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. പറഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റച്ചോ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീ താണ്ടമ്മ വലുതും പറഞ്ഞോ? ഈശോംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയാച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല. ഇത് അന്വേഷിക്കില്ല പണി. കുശുമ്പ് തന്നെ കുശുമ്പ്.
ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 100 തവണ അച്ഛൻ്റെ അടുത്ത്. കൊള്ളാലോ. എന്ത് കൊള്ളാം? ആ പെണ്ണ് ആ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നതാണ്. ഫാൻ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. നിക്ക, പോയി അന്വേഷിച്ചിട്ട് വാ. ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും. നമുക്കത് പറ്റുമോ? ശരിയാ. 10 to 11 ആണ് ടൈം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വരിക. ഫാദർ പൊയ്ക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല. അപ്പോഴേ കുട്ടി, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ കൊരങ്ങ ഇവിടെ വേടാ. എന്താടോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാ. അല്ല, ഈ ഗൾഫിലൊക്കെ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അച്ചോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആകപ്പാടൊരു വിഷമം. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ട് ഒരു വിഷമം. ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ. തന്നെ എന്തിനാടോ വീണ് കെട്ടിയെടുത്തേ? അല്ല, ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. അതിനിത് പത്രാഫീസല്ല. ശരി അച്ഛോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ലച്ചോ. തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണ്. ഒന്ന് നിർത്തണം. ഒരു മാതിരി കഴുത കരയുന്ന മാതിരി. അളിയ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സന്ധ്യ ചെറിയാൻ, വസന്തം, 12/900 ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചിൻ. ഫോൺ നമ്പർ 24007. 007? ഇതെന്താടാ ജെയിംസ് ബോണ്ടിന്റെ നമ്പറോ? നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട്. ആ ശരിയാ, വല്ല തല്ലിപ്പൊളികളുടെ മകളായിരിക്കും. നീ അഡ്രസ് ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോണൊന്നും ചെയ്ത് വെറുതെ നാറരുത്. വസന്തമാണ് അളിയ. സന്ധ്യക്കെന്തിനു സിന്ദൂരം. ഇതെവിടെയാടാ ഫോൺ ചെയ്യാൻ പോണത്? നമുക്ക് ആ പനമ്പള്ളി നഗറിൽ ഒരു വികലാങ്ങനെ ഇരിക്കുന്ന ബൂത്തില്ലേ, അവിടെ പോവാം. വേണോടാ? വേണം. എന്താണ്? ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യയല്ലേ? അതെ, ആരാ? മായ. മായോ? ആ, മായ ആർമേനോൻ. പ്രീഡിക്കയ്ക്ക് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മറന്നാലോ? നിന്റെ AC ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടിക്ക് ആള് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. സോറി, സൗണ്ട് മാറിപ്പോയി. നിങ്ങൾ ആരാ? ഐ എം സദ്ദാം ഹുസൈൻ. യു സ്റ്റുപ്പിഡ്. എന്താ ചമ്മല് തരം മാറിയില്ലേ? പോളാർന്ന്. ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയവും തോന്നിയില്ല. ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. നീ പിന്നെ എന്ത് വലിയവരാണ് ചെയ്ത്? ആ സ്റ്റുപ്പിഡ് കേട്ടപ്പോ ഫോൺ വരെ തെറിച്ചു പോയി. ഇനി ഫോൺ ചെയ്യാനോട്ട് ചെല്ല്. ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ, ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. എടാ, നീയൊക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടിയെ പോലെ ഇങ്ങനെ പെരുമാറിയാലോ? ആ, സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ. നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് നടന്നോ. ഓ, നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല. അല്ല, ഉണ്ണി അവിടെ പോയി? അവന്റെ പെങ്ങൾക്ക് ഒരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട്. ചെറുക്കനെ കാണാൻ പോയതായിരിക്കും. അപ്പോഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് റിഹേഴ്സൽ വെച്ചിരിക്കുക. ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും. ആ, പിന്നൊരു കാര്യം, വേറെ 1-2 മിമിക്സ് ട്രൂപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ദർബേ കുജേ നാങ്കന. ആ.